നമസ്കാരം. സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സ്യൂട്ട് ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യവുമായി കേരളം സുപ്രീം കോടതിയിൽ. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കേരളത്തിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഉന്നയിച്ചത്. വിഷയം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ സംസ്ഥാനത്ത് പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഇന്നും 80 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 53,560 രൂപയാണ്. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് വിദഗ്ധരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ച സംയുക്ത പാർലമെന്ററി സമിതി. വഖഫ് ബിൽ 2024 ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ബില്ലുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ തങ്ങളുടെ നിർദ്ദേശങ്ങൾ തപാൽ, ഫാക്സ്, ഇമെയിൽ എന്നിവ മുഖേന ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിക്കോ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നേരിട്ടോ നൽകാം. പരസ്യം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ അഭിപ്രായം കൈമാറണം. പരിക്കേറ്റ അവശനിലയിലായ മുറിവാലൻ കൊമ്പൻ എന്ന ഒറ്റയാന വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകാൻ തുടങ്ങി. പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ മുറിവാലൻ കൊമ്പനെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ ഇടുക്കി ചിന്നക്കനാൽ വിലക്കിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള കാട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ ആനയെ വനംവകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. കിടപ്പിലായ ഒറ്റയാൻ വെള്ളം കുടിക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ചക്കക്കൊമ്പനുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് മുറിവാലൻ കൊമ്പന് ഗുരുതരമായി പരിക്കേറ്റത്. അരൂർ ചന്തിരൂരിൽ വീണ്ടും വാഹനാപകടം. കാൽനടയാത്രക്കാരൻ മരിച്ചു. അരൂരിൽ താമസിക്കുന്ന ചന്തിരൂർ കിഴക്കേ തറേപ്പറമ്പിൽ മണിയുടെ മകൻ രാജേഷാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2:30 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ലോറി ഇടിക്കുകയായിരുന്നു. അരൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂനമർദ്ദത്തിന് പിന്നാലെ അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കൊടുങ്കാറ്റ് നാശം വിതച്ചേക്കുമെന്ന ആശങ്ക. ഗുജറാത്ത്, കർണാടക, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയുടെ തീരപ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സ്പോട്ട് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.